ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ചലഞ്ചുമായിട്ട് വന്നിരിക്കുന്നത് പുഷപ്പ് ചലഞ്ചാണ്. പുഷപ്പ് അല്ല, പ്ലാങ്ക. അത് നമ്മൾ തീരുമാനിക്കാം. നമ്മുടെ പാർട്ടിസിപ്പേഷൻ്റെ അടുത്തൊക്കെ ചോദിക്കാം. ഞങ്ങൾ 3 പേരാ പാർട്ടിസിപ്പേറ്റ്. അബേടാ എന്താണ്, എന്ത് വേണം നിങ്ങൾ പറയും? എന്റെ അഭിപ്രായത്തിൽ പുഷപ്പാണ് പിന്നെയും ബെറ്റർ. എന്റെ അഭിപ്രായത്തിൽ പ്ലാങ്ക് ആണ് ബെറ്റർ. കാരണം ആകുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പ് വരും. പ്ലാങ്ക് ആകുമ്പോൾ വയറൊക്കെ വേദനിക്കും. അപ്പൊ എന്ത് ചലഞ്ച് ജയിക്കുന്നവർക്ക് മന്തിയാ? പുഷപ്പാണ് വേറെ ഏറ്റവും കൂടുതൽ പുഷപ്പ് അടിക്കുന്നവർക്ക് മന്തി. പ്ലാങ്ക് ആണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്നവർക്ക് മന്തി തന്നെ വേണം. ആ 3 പേരിൽ നിൽക്കുന്നത്. അപ്പോ 2 പേര് കൂടി ഫസ്റ്റ് 2 പേര് തോൽക്കും. അതിൽ 2 പേരും കൂടി ഷെയർ ഇട്ടിട്ട് വേറെ 5 പേരുണ്ടാവും. അവരുടെ ചെലവെടുക്കണം 2 പേര്. സെറ്റ് അല്ലേ? തക്കൂടെ എന്ത് പറയണേ? ഗായ്സ്, അപ്പൊ നമ്മൾ ഒരുപാട് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു ഫൈനൽ തീരുമാനത്തിരിക്കണേ. പുഷ്പിലാണ് നമ്മൾ ഉറപ്പിച്ച് നിൽക്കുന്നത്. പുഷ്പ അടിക്കല്ലേ? അബേടെ ആമ്പൊക്കെ ചെയ്യുന്നുണ്ട്. നീയോ? എനിക്ക് എന്തായാലും ഞാൻ തോൽക്കും, അറിയില്ല. നമ്മളടിക്കും. മാക്സിമം എത്ര അടിക്കാൻ പറ്റുന്നോ അത്രയും അടിക്കുക. അതാണ് പ്ലാന്. ഒന്നും കൂടി തക്കൂടെ അപ്പ് പറയുമ്പോ പറ. തക്കൂലേ, നീ അപ്പ് പറയുമ്പോ ഒരുമിച്ച് കൗണ്ട് ചെയ്യുമ്പോ ഒരുമിച്ച് അപ്പ് ഡൗൺ ഒരുമിച്ച് കൗണ്ട് ചെയ്യും, ഒരുമിച്ച് അടിക്കുക. എങ്ങനെ നിക്കുമ്പോളേ ഇതവിടെ 3 ആള് വണ്ടി വന്ന അവിടെ ഒരാളെ നമ്മ അപ്പോ പരിപാടി ആരംഭിക്കാൻ പോവാണ്. സുഹൃത്തുക്കളെ റെഡി. നിങ്ങൾക്ക് ആര് കൗണ്ട് ചെയ്യും? നമ്മളെ കൗണ്ട് ചെയ്ത് അടിച്ചപ്പോരെ ചെരുപ്പിലടിക്കാൻ പോണ്. അല്ലേ, ഞാൻ ചെരുപ്പ് വെക്കുള്ള. അപ്പൊ നിക്ക്. 3, 2, 1 സ്റ്റാർട്ട്. 1, 2, 3, 4 6, 7, 8, 9, 10. അച്ചോട്ട് മാറി പോടാ. 20. അച്ചു ഫുള്ള് ഉടായിപ്പണ്ട. 23, 24, 26, 27, 28, 29, 30. അച്ചു വീട്ടി പോ. അച്ചു ഫസ്റ്റ് റൗണ്ട് അല്ലല്ല, ഞാൻ 40 അടിച്ചു. 45. ഇവൻ കള്ളനാണ്. ഇവന്റെ തന്ത പെരുങ്കള്ളനാണ്. അങ്ങനെയുള്ളൊരുത്തിന്റെ വാക്ക് വിശ്വസിക്കരുത്. അല്ലല്ല, നീ ഫസ്റ്റ് 5 അടിച്ചു. നീ പോയി. അല്ലല്ല, ഞാൻ 45. അല്ല, ഞാൻ 40 അടിച്ചു. 50 അടിച്ചു. നീ കഴിഞ്ഞിട്ടാണ് അത് സ്വപ്നത്തിൽ വീട്ടിൽ പോയി ഓടിക്കോ. അപ്പൊ നമ്മുടെ അഭിയേട്ടനാണ് വിന്നർ. നൈസ്. അപ്പൊ നമുക്ക് ഇനി പോവാ. അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ പോണ്. എന്റെ നിഖിലിന്റെ ആയിരിക്കും ചെലവ് കൂടുതൽ. കാര്യമില്ല, നമ്മുടെ ഏട്ടന്മാർക്ക് തന്നെയാണ്. നമ്മുടെ തോൽവി ഒരു വിജയത്തിന് മുന്നോടിയാണ്. എന്ത് വെക്കടോ? അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഗായ്സ്, പ്ലാനിലൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മള് മന്തി മാറ്റി പിടിച്ചിട്ടുണ്ട്. ബിരിയാണി ഇവർക്ക് ബിരിയാണി മതി എന്നാ പറഞ്ഞല്ലേ? ഇവർക്ക് ബിരിയാണി മതി പറഞ്ഞു. ചിക്കൻ അവിടെ നിഖില്. ബീഫ് ഇവിടെ വന്നു. ബിരിയാണി ഇവിടെ ഹാപ്പിയാണോ? പക്ഷെ മന്തി ചെറിയ സങ്കടമുണ്ട്. അവിടെ ഹാപ്പിയാണോ? അവിടെ ബിരിയാണി ആട്ടോ. ഉണ്ട് ബീഫ് കൊത്തോടെ കുഴപ്പമില്ല. ഇത് ചിക്കൻ കൊത്തോടാ. ഞാൻ പറഞ്ഞത് പൊറോട്ടയും ബീഫുമാണ്.
ബീഫ് കുഴപ്പമില്ല. നമ്മളൊരു ബുൾസ് പറഞ്ഞിട്ടുണ്ട്. ബുൾസും കൂടി ഫൈനലായിട്ട് ടച്ച് ചെയ്തിട്ട് നിർത്താമെന്നുള്ളൊരു പ്ലാനിലാണ്. ആരും കഴിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. കലക്കി ഞാൻ എങ്ങനെ കലക്കി കഴിക്കണമെന്ന് കാണിച്ചു തരാം. എങ്ങനെ കലക്കി കഴിക്കുന്നത് അടുപ്പിൽ കൊണ്ടുവന്ന പോലെയാണ് കുരുമുളക് പൊടി കൊണ്ടുവരുന്നത്. കുരുമുളക് വേണം. അങ്ങനെ തണുപ്പ് കാലത്ത് ജലദോഷം, തൊണ്ടടപ്പ്, മൂക്കിൽ കിച്ച് കിച്ച്, തൊണ്ടയിൽ കിച്ച് കിച്ച്, മൂക്കിലാണ് കിച്ച് കിച്ച്. പൊട്ടാണ്ട് കഴിക്കുക നീ. പൊട്ടി കഴിഞ്ഞു. അവരാണ്ടാ മെയിൻ. പുൽസാട്ടം വീണ്ടും ഒരു ബുൾസിൽ തുടങ്ങാൻ പോവാണല്ലേ. അതെ, ഞാനേ കഴിച്ചു തരും. ഇവിടെ ഒന്നും ഇനിയും കഴിച്ചു കഴിഞ്ഞിട്ടില്ല ആരും. അപ്പൊ അച്ചു ബില്ല് അവിടെ പോയി റെഡി ആക്കിയോ. ഞാൻ തോറ്റില്ല, നീയെ തോറ്റത്. ആരാ ഫസ്റ്റ്? മെയിനെ തോറ്റത്. 4 പുഷ്പി തോറ്റത് അച്ചുവാണ്. എന്തൊക്കെയാ കഴിച്ചാ? 2 ബിരിയാണി, 2 ബിരിയാണി, 2 ഒരു ചിക്കൻ കൊത്ത്, ഒരു ബീഫ്, പിന്നെ 2 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, പിന്നെ 2 കലക്കി, 2 ബുൾസ്, പിന്നെ ഒരു അമ്മ തോറ്റത് കാര്യത്തിലൂടെ ചെയ്യും. അതൊക്കെ ഒരു റിസൾട്ട് അയക്കുന്നത് ഇതൊന്നും ബ്ലോഗ് ഓഫ് ആക്കിയിട്ടേ ഇല്ല. ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. അപ്പൊ നമ്മ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീടെത്തി. അപ്പൊ നമ്മുടെ കിട്ടാത്ത ചെറിയ സങ്കടമുള്ളൂ, കുഴപ്പമില്ല. അത് ബിരിയാണി കഴിച്ച് നമ്മൾ ഇതാക്കി ആശ്വസിപ്പിച്ചിട്ടുണ്ട് വൈറ്റിനെ, നമ്മുടെ മനസ്സിനെയും എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചിട്ടില്ല, വൈറ്റിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അച്ചു ആശ്വസിപ്പിക്കും. അടുത്ത പ്രാവശ്യം മന്തി ഉറപ്പ്. നാളെ 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 என்று இன்றே இழகாதே. അച്ചു ഓസി അടിച്ചു. അടുത്ത പ്രാവശ്യം അവനെ കൈയോട് പിടിക്കുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.